ഇന്നവേറ്റീവ് PSC ട്യൂട്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. 10th മെയിൻ എക്സാം എഴുതുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയൊരു വീഡിയോ ആണിത്. പ്രത്യേകിച്ചും സെക്രട്ടേറിയറ്റ് OA എക്സാം എഴുതുന്നവർക്ക് മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു റിവിഷൻ ക്ലാസ്സാണിത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. വീഡിയോ ഉപകാരമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: മലമ്പനി പരത്തുന്ന കൊതുക് ഏത്? ആൻസർ ഓപ്ഷൻ സി, അനോഫിലസ് കൊതുക്. അനോഫിലസ് പെൺകൊതുകുകളാണ് മലേറിയ അഥവാ മലമ്പനി പരത്തുന്നത്. ഈഡിസ് ഈജിപ്തി പരത്തുന്ന രോഗങ്ങളാണ് ഡെങ്കിയും മഞ്ഞപ്പനിയും അതുപോലെ ചിക്കൻ ഗുനിയയും പരത്തുന്നത് ഈഡിസ് ഈജിപ്തി എന്ന് പറയുന്ന കൊതുകാണ്. എന്നാൽ ക്യൂലെക്സ് പെൺകൊതുകുകളാണ് മന്ത് രോഗം പരത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായവ ഏത്? ആൻസർ ഓപ്ഷൻ ബി, 1, 2, 4. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത്. ആദ്യ ചെയർമാൻ രംഗനാഥ മിശ്ര ആയിരുന്നു. ചെയർമാൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ആൻസർ ഓപ്ഷൻ ബി, 1, 3 ശരിയായത്. 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു. 1976 42 ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർത്തു. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി, ട്രാങ്കിബാർ. ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് അധീന പ്രദേശമായിരുന്നു. എന്നാൽ പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം, ചന്ദ്രനഗർ എന്നീ പ്രദേശങ്ങൾ ഫ്രാൻസിൻ്റെ അധീന പ്രദേശങ്ങളായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ എ, ആന്ധ്രാപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ: ഡേവിസ് കപ്പ് എന്തിനുള്ളതാണ്? ആൻസർ ഓപ്ഷൻ ബി, ടെന്നീസ്. അടുത്ത ക്വസ്റ്റ്യൻ: അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ, ആഗോള സുസ്ഥിര വികസനം. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ എ, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 19 മുതൽ 22 വരെയുള്ള വകുപ്പുകളാണ്. സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെയുള്ള വകുപ്പുകളാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളാണ്. ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23 മുതൽ 24 വരെയുള്ള വകുപ്പുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി, ഇവയെല്ലാം. ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക, ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക, ശാസ്ത്രവികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ പറയുന്നവയിൽ
ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ? ആൻസർ ഓപ്ഷൻ എ 1ഉം 3ഉം രാധാകൃഷ്ണ കമ്മീഷനും കോത്താരി കമ്മീഷനും. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത്? ആൻസർ ഓപ്ഷൻ ഡി. കുറിച്യ കലാപം 1810 തന്നിട്ടുള്ളത് 1812 കുണ്ട്ര വിളംബരം 1809 കുളച്ചൽ യുദ്ധം 1741 ആറ്റിങ്ങൽ കലാപം 1721 കുറിച്യ കലാപം 1812. അടുത്ത ക്വസ്റ്റ്യൻ, മെനിഞ്ചസ് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിൻ്റെ ആവരണമാണ്? ആൻസർ ഓപ്ഷൻ എ തലച്ചോറ്. ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ടസ്തരം പ്ലൂറയാണ്. ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ടസ്തരമുള്ള ആവരണമാണ് പെരികാർഡിയം. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ തരംഗദൈർഘ്യം ഏറ്റവും കുറഞ്ഞത് താഴെ പറയുന്നവയിൽ ഏതിനാണ്? ആൻസർ ഓപ്ഷൻ ബി ഗാമ രശ്മികൾ. തരംഗദൈർഘ്യം ഏറ്റവും കൂടുതൽ റേഡിയോ വേവ്സിനാണ്. വൈദ്യുതകാന്തിക സ്പെക്ട്രത്തിലെ ഏറ്റവും ഇടുങ്ങിയ ഭാഗമാണ് ദൃശ്യപ്രകാശം. ദൃശ്യപ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യം 400 മുതൽ 700 നാനോമീറ്ററാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ബി. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ അധ്യക്ഷൻ മന്നത്ത് പത്മനാഭനാണ്. വിമോചന സമരത്തിന് നേതൃത്വം നൽകി എൻ്റെ ജീവിത സ്മരണകൾ ആത്മകഥയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ 1ഉം 3ഉം. അതായത് സ്ഥിരതയോടു കൂടിയുള്ള വളർച്ചയും സ്വാശ്രയത്വമാണ് 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം 5-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു. ഭക്ഷ്യ സ്വയം പര്യാപ്തത 3-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ശരിയായ ജോഡി ഏത്? ആൻസർ ഓപ്ഷൻ സി 2ഉം 3ഉം പാമ്പാറും ഭവാനിയും. ഭാരതപ്പുഴയും പെരിയാറും പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളാണ്.